സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയത് വെറും മോഷ്ടാവല്ല, ഒരു VIP ആണ്. ബീഹാർ സ്വദേശി മുഹമ്മദ് ഇർഫാനാണ് മോഷ്ടാവ്. മണിക്കൂറുകൾക്കുള്ളിൽ ഇയാളെ പോലീസ് പിടികൂടുകയും ചെയ്തു. ചില്ലറ കക്ഷിയല്ല മുഹമ്മദ് ഇർഫാൻ. ഇർഫാൻ്റെ ഭാര്യ ബീഹാറിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ബീഹാറിൻ്റെ റോബിൻഹുഡ് എന്ന പേരിൽ കുപ്രസിദ്ധനാണ് 37-കാരനായ ഇർഫാൻ. വീടുകളിൽ കയറി ആരും അറിയാതെ മോഷണം നടത്തുന്നതിൽ അതിവിദഗ്ധനാണ് ഇയാൾ. ഇർഫാൻ മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള കാറിലാണ് മോഷണത്തിനായി കൊച്ചിയിലെത്തിയത്. അധ്യക്ഷ്, ജില്ലാ പഞ്ചായത്ത്, സീതാമർഹി എന്ന ബോർഡും കാറിലുണ്ടായിരുന്നു. ഇർഫാൻ്റെ ഭാര്യ ഗുൽഷൻ പർവീൻ ബീഹാറിലെ സീതാമർഹിയിലെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. എന്നാൽ ബോർഡ് മാത്രമേ ഉള്ളൂ. ഔദ്യോഗിക വാഹനമല്ല ഇർഫാൻ ഉപയോഗിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ജില്ലാ പഞ്ചായത്ത് ബോർഡ് വെച്ച കാറിലാണ് ഇർഫാൻ്റെ സഞ്ചാരം. കാറിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ജോഷിയുടെ വീട്ടിൽ മാത്രമല്ല, പനമ്പള്ളി നഗറിൽ 3 വീടുകളിൽ കൂടി മോഷണം നടത്തുന്നതിന് ഇർഫാൻ ശ്രമിച്ചു. മോഷണത്തിന് പ്രതി ഉപയോഗിച്ചത് ജോഷിയുടെ വീട്ടിൽ ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന ലോക്കർ പൂട്ടിയിരുന്നില്ല. ഇതും ഇർഫാന് മോഷണം എളുപ്പമാക്കി. ശനിയാഴ്ച പുലർച്ചെയാണ് ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയത്. ബീഹാറിൽ നിന്ന് 2500-ലേറെ കിലോമീറ്റർ കാറോടിച്ച് എറണാകുളത്തെത്തി 1 കോടി രൂപയുടെ സ്വർണ്ണ വജ്രാഭരണങ്ങൾ കടന്ന് ബീഹാറിൽ നിന്ന് 2500-ലേറെ കിലോമീറ്റർ കാറോടിച്ച് എറണാകുളത്തെത്തി 1 കോടി രൂപയുടെ സ്വർണ്ണ വജ്രാഭരണങ്ങൾ കവർന്ന് അതേ കാറിൽ പ്രതി സ്ഥലം വിട്ടു. പ്രതി 15 മണിക്കൂറിനുള്ളിലാണ് അറസ്റ്റിലായത്. കുറ്റകൃത്യത്തിന് ശേഷമുള്ള ആദ്യ മണിക്കൂറുകളിലെ പ്രവർത്തനങ്ങൾ നിർണായകമായി. 1 മിനിറ്റ് പോലും പാഴാക്കാതെയായിരുന്നു പോലീസിൻ്റെ നീക്കങ്ങൾ. എറണാകുളം ACP P. രാജ്കുമാറിനായിരുന്നു അന്വേഷണത്തിൻ്റെ ഏകോപനം. കമ്മീഷണറും DCPയും ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഓരോ മണിക്കൂറിലും പുതിയ വിവരങ്ങൾ തേടിയും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയും ഒപ്പം നിന്നു. എറണാകുളം ACPയുടെ സ്ക്വാഡും സബ് ഡിവിഷന് കീഴിലെ എല്ലാ സ്റ്റേഷനുകളിലെയും സബ് ഇൻസ്പെക്ടർമാരും SIമാരും പോലീസുകാരും ഉൾപ്പെടെ രംഗത്തെത്തി. പ്രതിയുടെ ദൃശ്യങ്ങൾ ജോഷിയുടെ വീട്ടിലെ CCTVകളിൽ നിന്ന് തന്നെ ലഭിച്ചിരുന്നു. എന്നാൽ സമീപത്തെ CCTVകളിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിൽ പലതിനും വ്യക്തതയില്ലായിരുന്നു. ഇത് പോലീസിന് തിരിച്ചടിയായി. സംഭവ സമയം മേഖലയിൽ ഉണ്ടായിരുന്ന എല്ലാ മൊബൈൽ ഫോണുകളുടെയും CDR വിവരങ്ങൾ ശേഖരിച്ച പോലീസ് വൈകാതെ ഇർഫാൻ്റെ യാത്രാമാർഗം കണ്ടെത്തി. പ്രതി കാറിലാണ് സഞ്ചരിക്കുന്നതെന്നും ഈ കാറിൻ്റെ പ്രത്യേകതകളും വഴിയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളിലൂടെ കണ്ടെത്തുകയും ചെയ്തു. മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള കാറിൽ ബീഹാർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എന്ന ചുവന്ന ബോർഡ് വച്ചായിരുന്നു പ്രതിയുടെ യാത്ര. 3 മണിയോടെ ഒരാൾ കാറിൽ കയറുന്നതിൻ്റെ ദൃശ്യങ്ങൾ ലഭിച്ചതാണ് പോലീസിന് അനുകൂലമായത്. മുംബൈയിലേക്കുള്ള റൂട്ടിലാണ് ഇർഫാൻ പൊയ്ക്കൊണ്ടിരുന്നത്. മംഗലാപുരം, ഉടുപ്പി, കാർവാർ, ഇവിടെ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് കടക്കുക എന്നതായിരുന്നു പദ്ധതി. എന്നാൽ കർണാടക പോലീസിനെ അറിയിച്ചതോടെ അവർ പ്രതിക്കായി വലവിരിക്കുകയും ഉടുപ്പിയിൽ വെച്ച് പിടികൂടുകയുമായിരുന്നു. സിറ്റി പോലീസിൽ നിന്ന് വിവരം ലഭിച്ചതോടെ മംഗലാപുരം, ഉടുപ്പി മേഖലയിൽ പോലീസ് വ്യാപക പരിശോധന ആരംഭിച്ചിരുന്നു. ഇതിനിടെയാണ് കോട്ടയ്ക്ക് സമീപം വാഹനം കണ്ടെത്തിയത്. തടയാൻ ശ്രമിച്ച പോലീസിനെ വെട്ടിച്ച് ട്രാഫിക് നിയമങ്ങളൊന്നും പാലിക്കാതെ കാർ ഓടിച്ചുപോയ ഇർഫാനെ സാഹസികമായാണ് ഉടുപ്പി പോലീസ് പിടികൂടിയത്. ജോഷിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം ഈ കാറിൽ തന്നെ സൂക്ഷിച്ചിരുന്നു. മുമ്പ് തിരുവനന്തപുരത്ത് ഭീമ ജ്വല്ലറി ഉടമയുടെ വീട്ടിൽ നടന്ന മോഷണത്തിന് പിന്നിലും ഇർഫാനാണെന്ന് പോലീസ് പറഞ്ഞു.